വെൽക്കം ടു മൈ ചാനൽ. 5ാം ക്ലാസ്സിലെ സയൻസിലെ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സസ്യലോകത്തെ അടുത്തറിയാം. നമുക്കിവിടെ ആദ്യം നോക്കാനുള്ളത് പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചാണ്. എന്താണ് പ്രകാശ സംശ്ലേഷണം? ഇലകളിലാണ് ആഹാര നിർമ്മാണം നടക്കുന്നത് നമുക്കറിയാം. സസ്യങ്ങളിൽ എവിടെയാണ്? ഇലകളിലാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ ആഹാര നിർമ്മാണം നടക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഈ പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ ഇലകളിൽ എന്ത് വേണം? ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സഹായവും അതുപോലെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യവും വേണം. എന്തൊക്കെ വേണം? ഹരിതകം എന്ന വർണ്ണവസ്തുവിന്റെ സഹായം വേണം, അതുപോലെ തന്നെ സൂര്യപ്രകാശവും വേണം. എന്തിന്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന്. ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലൂക്കോസ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് മാത്രമല്ല, ഇതോടൊപ്പം എന്തും കൂടെ ഉണ്ടാകുന്നുണ്ട്? ഓക്സിജനും കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസിനോടൊപ്പം ഉണ്ടാകുന്ന ഈ ഓക്സിജനാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങള് പകൽ സമയത്ത് പുറത്തുവിടുന്നത്. നമുക്കറിയാം, സസ്യങ്ങളായാലും ജന്തുക്കളായാലും ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജനാണ് ശ്വസിക്കുന്നത്. പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അതിൽ മാറ്റമില്ല. എന്നാൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് പുറത്തുവിടുന്ന ഈ ഓക്സിജനാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഈ ഗ്ലൂക്കോസ് ആണ് പിന്നീട് എന്താക്കി മാറ്റുന്നത്? അന്നജമാക്കി മാറ്റുന്നത്. ഇനി നോക്കാനുള്ളത് എന്താണ്? സ്വപോഷികൾ എന്താണ്? ഇങ്ങനെ ഈ ഹരിത സസ്യങ്ങൾ എന്താണ്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങളെ എന്ത് വിളിക്കാം? സ്വപോഷികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? കാർബൺ ഡൈ ഓക്സൈഡും ജലവും എന്തിന്റെ സഹായത്തോടു കൂടി? സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സഹായത്തോടു കൂടി എന്തൊക്കെയായിട്ടാണ് മാറുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും ആയിട്ട് മാറുന്നു. ഇനി നോക്കാം, എന്താണ് ആസ്യരന്ധ്രം? സ്റ്റൊമാറ്റ. നമ്മൾ പറഞ്ഞു, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും, ഓക്സിജൻ പുറത്തുവിടും എന്ന് പറഞ്ഞു. ഈ വാതക വിനിമയം നടക്കുന്നത് എന്ത് വഴിയിട്ടാണ്? ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. വാതകവിനിമയം ചെറു സുഷിരങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഈ സുഷിരങ്ങളെയാണ് എന്ത് പറയുന്നത്? ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലോട്ട് പോകുന്ന സുഷിരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും ഈ ആസ്യരന്ധ്രം തന്നെയാണ്. അപ്പോൾ വാതക വിനിമയം നടക്കുന്നത് ആ ചെറു സുഷിരത്തെ വിളിക്കുന്ന പേരാണ് ആസ്യരന്ധ്രം. നമുക്കറിയാം, സസ്യങ്ങൾ, ഇലകൾ സാധാരണ എന്ത് നിറമാണ്? പച്ച നിറമാണ്. ഈ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഏത്? ഹരിതകം. ഈ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നതും ഹരിതകമാണ്. ഹരിതകം കൂടുതലുള്ളത് എവിടെയാണ്? ഇലകളിലാണ് ഹരിതകം കൂടുതലുള്ളത്. അപ്പോൾ സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകം ഏതാണ്? ഹരിതകമാണ്. എന്ന് വെച്ചിട്ട് എല്ലാ ഇലകളും പച്ച നിറമാണോ? അല്ലല്ലോ. ചുവന്ന ചീര ഉണ്ടല്ലോ. എന്താണ്? ചീരയിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ? അതിൽ ഹരിതകമുണ്ടോ? എന്താണ് അങ്ങനെ ചുവപ്പ് നിറത്തിന് കാരണം? എന്താണ് ചുവപ്പ് നിറത്തിന് കാരണം? ആന്തോസയാനിൻ. ഇലകൾക്ക് ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ കാരണമായ വർണ്ണകമാണ് ആന്തോസയാനിൻ. അതുപോലെ തന്നെ ഇലകള് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമുള്ള ഇലകൾ കാണപ്പെടുന്നു. അതിന് കാരണം എന്താണ്? കരോട്ടിൻ.
ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം ഏതാണ്? കരോട്ടിൻ. ഇലകൾ ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ കാരണം ആന്തോസയാനിൻ. ഇനി മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതെന്താണ്? സാന്തോഫിൽ. മഞ്ഞ സാന്തോഫിൽ, ഓറഞ്ചും മഞ്ഞയും കരോട്ടിൻ, ചുവപ്പ് നിറം ആന്തോസയാനിൻ. ഓർക്കിഡേറിയം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഇത്? ഓർക്കിഡേറിയം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ ഇവിടെ കാണുന്നുണ്ടല്ലേ ഓർക്കിഡ്. ഈ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനം, പൂന്തോട്ടമാണ് ഏത്? ഓർക്കിഡേറിയം എന്ന് അറിയപ്പെടുന്നത്. സാധാരണ നമുക്ക് ഈ ഓർക്കിഡ് അറിയാം. എങ്ങനെയാണ്? ഈ പലകയിൽ ചകിരിയും മറ്റും കെട്ടിവെച്ചും മരശിഖരങ്ങളിലും ഇവിടെയൊക്കെയാണ് ഈ ഓർക്കിഡ് വളരാറുള്ളത്. ഇവയ്ക്ക് മണ്ണില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? വളരാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ഈ ഓർക്കിഡിന്റെ തടിച്ച വേരുകൾ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ കഴിയും. ഈ ഓർക്കിഡിനെ നമുക്ക് എന്തിന്റെ ഇനത്തിൽ കൂട്ടാം? എപ്പിഫൈറ്റുകൾ അല്ലേ? ഇവ എന്താണ്? വാസസ്ഥലത്തിന് മാത്രമാണ് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. താമസിക്കാൻ ഒരിടം മാത്രം അവർക്ക് മതി, അല്ലാതെ ആഹാരമൊക്കെ അവരുണ്ടാക്കിക്കോളും. അപ്പോൾ വാസസ്ഥലത്തിന് വേണ്ടിയിട്ട് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ട് ഈ സസ്യങ്ങളെ എന്ത് വിളിക്കാം? എപ്പിഫൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വാസസ്ഥലത്തിന് മാത്രമാണെങ്കിൽ അവരെ എന്തെന്ന് വിളിക്കാം? എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കാം. ഇനി ചില സസ്യങ്ങൾ എന്ത് ചെയ്യും? താമസിക്കാൻ വേണ്ടി മാത്രമല്ല, ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റ് സസ്യങ്ങളെ അങ്ങ് ആശ്രയിക്കും. അവയാണ് എന്തെന്നറിയപ്പെടുന്നത്? പരാദ സസ്യങ്ങൾ, പാരാസൈറ്റിക് പ്ലാന്റ്സ് എന്ന് അറിയപ്പെടും. ഇതിൽ തന്നെ എന്തുണ്ട്? ഈ പരാദ സസ്യങ്ങളിൽ തന്നെ അർദ്ധപരാദങ്ങളും ഉണ്ട്, പൂർണ്ണപരാദങ്ങളും ഉണ്ട്. അപ്പോൾ വാസസ്ഥലത്തിന് മാത്രം ആശ്രയിക്കുന്നത് എന്താണ്? എപ്പിഫൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇനി വാസസ്ഥലത്തിനും അതുപോലെ ആഹാരത്തിനും വേണ്ടി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് പരാദ സസ്യങ്ങൾ. ഈ പരാദ സസ്യങ്ങൾ തന്നെ അർദ്ധപരാദങ്ങളും ഉണ്ട്, പൂർണ്ണപരാദങ്ങളും ഉണ്ട്. ഇതേ നമുക്കിവിടെ കാണാം ഇത്തിൽ കണ്ണി. ഈ ഇത്തിൽ കണ്ണി നമുക്കറിയാം എന്ത് ചെയ്യും? ഇലകളും വേരുകളും അവയ്ക്ക് ഉണ്ട്. പക്ഷെ എന്തേ ചെയ്യുള്ളൂ? അവര് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കും. സ്വന്തമായിട്ട് ഇലകളും വേരുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യത്തില്ല, അവര് മടിയന്മാരാണ്. അവരെന്ത് ചെയ്യും? അപ്പുറത്തെ വീട്ടിൽ പോയി മോഷ്ടിച്ചെടുക്കും. ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുക്കും. പക്ഷെ അവരെന്ത് ചെയ്യും? സ്വന്തമായിട്ട് അങ്ങ് ആഹാരം നിർമ്മിക്കും അല്ലേ? മറ്റാരും വേവിക്കുന്ന ഇഷ്ടമല്ല. എന്ത് ചെയ്യും? സ്വന്തമായിട്ടേ ആഹാരം വേവിക്കുകയുള്ളൂ. പക്ഷെ എന്താണ് കാര്യങ്ങളെല്ലാം ഈ ആതിഥേയ സസ്യത്തിൽ നിന്ന് എന്ത് ചെയ്യും? ജലവും ലവണവും എല്ലാം അങ്ങ് വലിച്ചെടുക്കും. അതാണ് ഇത്തിൽ കണ്ണി ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്തെന്നറിയപ്പെടുന്നത്? അർദ്ധപരാദങ്ങൾ. ഇത്തിൽ കണ്ണി എന്തിന് ഉദാഹരണമാണ്? അർദ്ധപരാദങ്ങൾ. ഇനി ചിലരുണ്ട് ഈ മൂടില്ലാത്താളി. ഇവരെന്ത് ചെയ്യും? മൊത്തത്തില് ആഹാരം ഒന്നും വേവിക്കത്തില്ല, എല്ലാം എന്ത് ചെയ്യും? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആഹാരം അവര് നേരിട്ട് വലിച്ചങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. അവരാണ് ഏത്? പൂർണ്ണപരാദങ്ങൾ. മറ്റവര് ഇത്തിൽ കണ്ണി എന്ത് ചെയ്യായിരുന്നു? സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുമെങ്കിലും ചെയ്യായിരുന്നു. ഇവരെന്താണ്? ആഹാരം നേരിട്ട് പോയി അടിച്ചു മാറ്റിക്കൊണ്ടുവരും. അവരാണ് പൂർണ്ണപരാദങ്ങൾ. പൂർണ്ണപരാദങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? മൂടില്ലാത്താളി. മൂടില്ലാത്താളി മാത്രമല്ല, നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് ഏത്? റഫ്ലേഷ്യ. റഫ്ലേഷ്യയും എന്താണ്? ഒരു പൂർണ്ണപരാദ സസ്യമാണ്. ഇനി നോക്കേണ്ടത് എന്താണ്? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങൾ എന്താണ്? സാപ്രോഫൈറ്റ്, ശവോപജീവികൾ. ജീർണ അവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നു. അതാണ് എന്ത്? സാപ്രോഫൈറ്റ്, ശവോപജീവി. അതിന് ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ. നിയോട്ടിയ മോണോട്രോപ്പ എന്താണ്? ശവോപജീവികൾ. അടുത്ത ഇനി എന്താണ്? ആരോഹികൾ. ആരോഹികൾ എന്ന് പറഞ്ഞാൽ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെയാണ് എന്ത് വിളിക്കുക? ആരോഹികൾ എന്ന് വിളിക്കുന്നത്.
മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡസസ്യങ്ങളാണ് ഏത്? ആരോഹികൾ. ആരോഹികൾക്ക് ഉദാഹരണം ഏതാണ്? കുരുമുളക്, പാവല്, പടവലം ഇവയൊക്കെ എന്താണ്? ആരോഹികളാണ്. പിന്നെ എന്താണ് പ്രധാനങ്ങൾ എന്ന് പറഞ്ഞാല്? താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ സ്പ്രിങ് പോലെയുള്ള ഭാഗത്തെയാണ് എന്ത് വിളിക്കുക? പ്രധാനങ്ങൾ, ഡെൻഡ്രിൽസ് എന്ന് വിളിക്കുക. അതുപോലെ കൊടങ്ങല്, സ്ട്രോബെറി ഒക്കെ എങ്ങനെയാണ്? ഇതൊക്കെ എന്താണ്? നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡസസ്യങ്ങളാണ്. നിലത്തങ്ങട് കിടക്കും. അതാണ് എന്ത്? ഇഴവള്ളികൾ. കൊടങ്ങല്, സ്ട്രോബെറി. മധുരക്കിഴങ്ങ് ഇതൊക്കെ എന്താണ്? തറയിൽ ഇങ്ങനെ പടർന്നു വളരുന്ന സസ്യങ്ങളാണ്. അതാണ് ക്രീപ്പേഴ്സ്, ഇഴവള്ളികൾ. ഇവയ്ക്ക് എന്തില്ല? പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നും തന്നെ ഇല്ല. കൊടങ്ങല്, സ്ട്രോബെറി എന്തിനുദാഹരണമാണ്? ഇഴവള്ളികൾ. ഇനി എന്താണ് ഈ താങ്ങുവേരുകൾ? എന്താണ് പൊയ്ക്കാൽ വേരുകൾ? എന്താണ്? ഇവിടെ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് എന്ത്? താങ്ങുവേരുകൾ. ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന ഈ വേരുകളാണ് താങ്ങുവേരുകൾ. താങ്ങുവേരുള്ള ഏതാണ്? പേരാല്. പേരാലിന് എന്താണ്? താങ്ങുവേരാണ്. എന്നാൽ ആറ്റുകൈത നോക്കിക്കേ. ആറ്റുകൈതയ്ക്കാണെങ്കിൽ ആറ്റുകൈത എന്താണ്? ആറ്റുകൈത തണ്ടിൽ നിന്നാണ്. തണ്ടിൽ നിന്ന് തന്നെ താഴേക്ക് വളരുന്ന വേരുകളാണ് ആറ്റുകൈതയ്ക്കുള്ളത്. പേരാലിനാണെങ്കിൽ എങ്ങനെയാണ്? ശിഖരങ്ങളിൽ നിന്നുമാണ് താഴോട്ട് വളരുന്നത്. അപ്പോൾ ഈ പേരാല് എന്താണ്? താങ്ങുവേരാണ്. ഇങ്ങനെ തണ്ടിൽ നിന്നും താഴേക്ക് വളരുന്ന ആറ്റുകൈതയിലെ വേരുകൾ എന്താണ്? പൊയ്ക്കാൽ വേര്. ആറ്റുകൈത, പൊയ്ക്കാൽ വേര്. പൊയ്ക്കാൽ, ആറ്റുകൈത. പേരാൽ എന്താണ്? താങ്ങുവേര്. അതുപോലെ വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളാണ് ശ്വസന വേരുകൾ. വാതക വിനിമയത്തിന് സഹായിക്കുന്ന വേരുകളാണ് ശ്വസന വേരുകൾ. ഈ ശ്വസന വേരുകളുള്ള സസ്യം ഏതാണ്? കണ്ടൽ ചെടി. ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇതിനെന്താണ്? ശ്വസന വേരുകൾ ഉണ്ട്. ഈ കാണിച്ചേക്കുന്നതാണ് ശ്വസന വേരുകൾ. കണ്ടൽ ചെടിയുടെ ശ്വസന വേരുകളാണ് ഇതൊക്കെ. മരച്ചീനി നമുക്കറിയാം എവിടെയാണ് ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത്? വേരിലാണ്. അങ്ങനെ ഈ വേരില് ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന മരച്ചീനി ഇതൊക്കെ എന്താണ്? സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. മരച്ചീനി എന്താണ്? സംഭരണ വേരിന് ഉദാഹരണമാണ്. എന്നാൽ എല്ലാ കിഴങ്ങുകളും എന്തല്ല? സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. എന്താണ്? രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളെ എന്ത് വിളിക്കുന്നു? ഭൂകാണ്ഡങ്ങൾ, അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് വിളിക്കുന്നു. അപ്പൊ മരച്ചീനി എന്താണ്? സ്റ്റോറേജ് റൂട്ടാണ്, സംഭരണ വേരാണ്. അതെന്താണ്? വേരിലാണ് ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഉരുളക്കിഴങ്ങ് എവിടെയാണ്? കാണ്ഡത്തിലാണ്. അതാണ് എന്ത്? ഭൂകാണ്ഡങ്ങൾ, അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന്. ഇവിടെ എന്താണ്? മരച്ചീനി, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട് ഇതൊക്കെ എന്താണ്? സംഭരണ വേരിന് ഉദാഹരണമാണ്. എന്നാൽ ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ ഇവയൊക്കെ എന്താണ്? ഭൂകാണ്ഡങ്ങളുള്ള സസ്യങ്ങളാണ്. അപ്പം ഇവിടെ ഓർക്കാനുള്ളത് മധുരക്കിഴങ്ങ് സംഭരണ വേരാണ്, ഉരുളക്കിഴങ്ങ് ഭൂകാണ്ഡമാണ്. അതാണ് തിരിഞ്ഞു പോകുന്നത്. അപ്പൊ ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞളൊക്കെ എന്താണ്? ഭൂകാണ്ഡങ്ങളുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ, 5ാം സ്റ്റാൻഡേർഡിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.